ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നേ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. 2-3 ദിവസത്തേക്ക് മുന്നേ പോകണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കണ്ണിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നത് കഴിഞ്ഞൊരു മരണമായി. അതെല്ലാം കഴിഞ്ഞ് ഇന്നാണ് സ്വസ്ഥമായത്. അപ്പം ഞാനിന്ന് പോയി ഹോൾസെയിൽ കടയിൽ പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു. നിങ്ങളെ കുറച്ചൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ചുരിദാറിൻ്റെ ഒരു പീസാണ്. ഇതിൻ്റെ ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ ബാക്കിയാണ് കണ്ടോ. ഇത് ചുരിദാർ കട്ട് നൈറ്റി കണ്ടോ. ഞാനെല്ലാം പ്രൈസൊക്കെ ഇട്ട് വെച്ചതേ ഉള്ളൂ കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് വീട്ടിൽ ഇരുന്ന്. അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനമാവുകയാണെങ്കിൽ ആകട്ടെ. ഇത് നൈറ്റി അല്ലാത്ത സാധാരണ നൈറ്റി കണ്ടോ. ഇത് നൈറ്റിയുടെ ഒരു സെറ്റാണ്. ഇത് നൈറ്റിയുടെ വേറെ സെറ്റ്, സാധാ നൈറ്റിയുടെ. ഹോൾസെയിൽ കടയിൽ പോയി എടുത്തോണ്ട് വന്നതാ. ഞാൻ ചുരിദാർ എല്ലാം സെറ്റായിട്ടുള്ള ചുരിദാർ കണ്ടോ. കണ്ടോ, തുറന്ന് കാണിക്കണോ? കണ്ടോ, ഇങ്ങനെയുള്ള സെറ്റായിട്ടുള്ള. ഞാൻ നൂർക്കുന്നില്ല, നൂർത്താൽ പിന്നെ എനിക്ക് മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ നൂർത്ത് കാണിക്കുന്നില്ലേ. അങ്ങനെ ചുരിദാറിൻ്റെ സെറ്റായിട്ടുള്ളത് കുറേ ഐറ്റംസ് എടുത്തു. പിന്നെ എല്ലാ സാധനവും എടുത്തു. ചുരിദാറിൻ്റെ പാൻറ്, പാവാട, അങ്ങനെ നമുക്ക് വേണ്ടുന്ന മുണ്ട്, ഷർട്ട്, തോർത്ത്. കയ്യിൽ കുറച്ചുണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ട് അത് എടുത്തില്ല. ബാക്കി എല്ലാ ഐറ്റംസും എടുത്തു. എന്താ സാധാ നമ്മളെല്ലാം സ്ട്രെയിറ്റ് പാൻറ് കണ്ടോ, പാവാട, അങ്ങനെ കുറേ ഐറ്റംസ് എടുത്തു. എല്ലാം കൂടെ കാണിക്കുന്നില്ല നിങ്ങളെ. എങ്ങനെ എല്ലാം കൂടെ കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്നു. തോർത്ത്, വെള്ള തോർത്ത്, കളർ തോർത്ത്, എല്ലാ ടൈപ്പും എടുത്ത്. ഞാൻ കുറച്ചേ എടുത്തോട്ടെ വന്നുള്ളൂ, നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം എല്ലാവർക്കും എൻ്റെ ഡ്രസ്സൊക്കെ ഇഷ്ടമായോ? ഇതുപോലെ കുറേയൊക്കെ ഡ്രസ്സ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ നിന്ന് വിറ്റാലും നമുക്കൊരു വരുമാനം കിട്ടും. നമ്മൾ മുഴുവൻ തുകയും വാങ്ങിക്കാതെ നമ്മൾ അവർക്കും ഒരു ഇളവൊക്കെ കൊടുത്ത് കുറേശ്ശെ പൈസ നമ്മൾ വാങ്ങിക്കാവും. അവരുടെ കയ്യിലുള്ളതിൻ്റെ അനുസരിച്ച് അവർ കൊണ്ടുത്തരും. നമുക്കെന്ത് വേണം? എല്ലാവരുമായിട്ടും ഒരു സഹകരണം വേണം. എല്ലാവരുമായിട്ടും സ്നേഹമായിട്ടും എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആരും അങ്ങനെ വാങ്ങിക്കത്തില്ലല്ലോ. ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ടും ഒരു സഹകരണം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നത്. ഉണ്ടോ, ഇതെല്ലാം ചുരിദാറ. എല്ലാ ഐറ്റംസും ഉണ്ട്, ഷാള, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചതാണേ. ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിൽ കൊണ്ട് പിന്നെ വിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ ഓൺലൈൻ വഴി വിൽക്കാൻ കഴിയുമോ, എങ്ങനെയെങ്കിലുമൊക്കെ 10 രൂപ വരുമാനം ഉണ്ടാകും. ഇപ്പോൾ ഓണത്തിൻ്റെ സീസണല്ലേ, അപ്പം സാധാരണക്കാരൊക്കെ വാങ്ങിക്കും. ഇവിടെ പിന്നെ എല്ലാവരും വാങ്ങിക്കും. എന്നോട് പറഞ്ഞു വിട്ടിട്ടാണ് എല്ലാവരും ഞങ്ങൾക്കത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞു വിടുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ചിട്ടിയാണെങ്കിലെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. തേയില ബിസിനസ് നല്ലതായിട്ട് കിടക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് 10 രൂപ ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്രചോദനമാകട്ടെ. അതിനുവേണ്ടിയാണ് ഞാൻ കാണിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? രാവിലെ വെളുപ്പിനെ 4:30 ആകുമ്പോൾ എണീക്കുക. എണീച്ചതിന് ശേഷം ഞാൻ മുൻപുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എണീച്ചതിന് ശേഷം നമ്മൾ കട്ടിലിൽ ഇരുന്നുകൊണ്ട് തന്നെ, എണീക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇരുന്ന് ദൈവത്തോട് നന്ദി പറയുക. നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചതിന്, നമ്മൾക്ക് ആയുസ്സും ആരോഗ്യത്തോടും കൂടി രാവിലെ
നമുക്ക് ഈശ്വരനെ വിളിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നതിന് ദൈവത്തോട് നന്ദി പറയുക. കട്ടിലേ ഇരുന്നു കൊണ്ട് കരാഗ്രേ വസുദേലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. അതിനുശേഷം നമ്മൾ എണ്ണീച്ച് വലതുകാല് ആദ്യമേ ചവിട്ടണം. ഭൂമിയിൽ ആദ്യമേ നമ്മുടെ വലതുകാല് ചവിട്ടണം. ചവിട്ടി എണ്ണീച്ച് വന്ന് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പം നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾക്ക് നന്ദി പറയാൻ മറ്റാരും കാണത്തില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? എണ്ണീക്കുന്ന പാടെ നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കണം. ഞാൻ അങ്ങനെയാണ്. ഞാൻ രാവിലെ എണ്ണീച്ച് ആദ്യമേ ഞാൻ കണ്ണാടിയിൽ നോക്കി, സുജേ നിനക്ക് സുഖമാണോ? ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണെന്നും ഇന്നത്തെ ദിവസം നല്ല സന്തോഷം നിറഞ്ഞതായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നു, അല്ല മറ്റുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ കൊണ്ടുവച്ചു. ഇന്ന് എൻ്റെ ആ ഡ്രസ്സുകളെല്ലാം നീ എനിക്ക് വിറ്റ് തരണം. ഇന്നത്തെ ദിവസം എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞതായിരിക്കണം. നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ണാടിയിൽ നോക്കി എന്നോട് തന്നെ പറയും. എൻ്റെ സൗന്ദര്യത്തിന് ഞാൻ കണ്ണാടിയിൽ നോക്കി നന്ദി പറയും. മറ്റാരും നോക്കുമ്പോൾ എനിക്ക് സൗന്ദര്യം ഇല്ലായിരിക്കും, പക്ഷെ ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു, എന്നിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നവർക്ക് വട്ടാണെന്ന്. വട്ടൊന്നും അല്ല, നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും രാവിലെ നമ്മളിൽ തന്നെ കണ്ണാടിയിൽ നോക്കി നമ്മൾക്ക് തന്നെ നന്ദി പറയുക. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്ക് നന്ദി പറയുക. നമ്മുടെ ഇപ്പം തലമുടിയാണെങ്കിൽ എനിക്ക് ഇത്രയും തലമുടി തന്നതിന് നന്ദി. പിന്നെ നമ്മുടെ പല്ലുകൾക്ക് നന്ദി, കണ്ണുകൾക്ക് നന്ദി, എന്തെല്ലാം നന്ദി പറയും, നന്ദി പറയുക. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് കതക് തുറന്ന് ഇറങ്ങി അല്പം നേരം നമ്മുടെ പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങിച്ചേരുക. അതായത് കിളികളുടെ സൗണ്ടുകളൊക്കെ കേൾക്കുക. പിന്നെ മുറ്റത്തിറങ്ങി ആകാശത്ത് നോക്കുക. നമ്മുടെ സൂര്യദേവൻ ഉദിച്ച് വരുന്ന ആ സമയം, അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ പ്രകൃതി, നമ്മൾ മരങ്ങളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നും. ഈ ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നോ ഈ മരങ്ങൾക്ക്? അത് മരങ്ങൾ നിൽക്കുക, അതിൻ്റെ ഇടയ്ക്കൂടെ ആകാശത്തിൻ്റെ ആ ഭംഗി, ഇങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. പല പല കിളികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ മറ്റു ശ്രദ്ധിക്കത്തില്ലല്ലോ കിളികളുടെ സൗണ്ടുകളൊക്കെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാകും. അതിനുശേഷമേ നമ്മൾ അടുക്കളയിൽ കയറി ആദ്യമേ എന്ത് ചെയ്യണം? കട്ടൻ കാപ്പിയോ കട്ടൻ ചായ കുടിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, പച്ച വെള്ളം കുടിക്കണം. അപ്പം അത് നമ്മുടെ ശരീരത്തിലെ മാലിന്യത്തെ, അകത്തുള്ള മാലിന്യങ്ങളെ ഒഴുക്കിക്കളയാനുള്ളതാണ് ഈ ശുദ്ധജലം. നമ്മൾ കാപ്പിയോ ചായയോ ഒക്കെ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ട്രബിളിൻ്റെ അസുഖം ഉണ്ടാകും. അതിൽ നിന്നൊക്കെ മാറി നമുക്ക് നമ്മുടെ ശരീരത്തിലെ അകത്തെ അവയവങ്ങൾ ശുദ്ധീകരിക്കാനും, എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കുളിക്കുന്നതിന് പകരം നമ്മുടെ അകം ശുദ്ധിയാക്കുന്നതിനാണ് നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നത്. അതിനുശേഷം കുളിക്കുന്നത് ശരിക്കും ഒരു എനർജിയാണ്. നമ്മുടെ ഓരോ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും നമുക്ക് എനർജി കിട്ടുവാനായിട്ട് അത് സഹായിക്കും. അങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങേണ്ടത്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ജലത്തിന് നന്ദി പറയുക. നമുക്ക് കിട്ടുന്ന ഓരോ ആഹാരങ്ങൾക്കും നമ്മൾ, ഭഗവാനെ എനിക്ക് ഈ ഭക്ഷണം തന്നതിന് നന്ദി, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയണം. ഇപ്പോൾ തന്നെ നമ്മൾ രാവിലെ ചപ്പാത്തിയാണ് കഴിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ആ ഗോതമ്പ് നടുന്ന ആളിന് മുതൽ അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന അതിന് പുറകിലുള്ള എത്രയോ മനുഷ്യരുണ്ടാവും. അവർക്കൊക്കെ നന്ദി പറയുക. നന്ദി പറയുന്നതിന് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുവാനും, നമുക്ക് സന്തോഷം കിട്ടുവാനും, കൂടുതൽ എനർജി കിട്ടുവാനും നമുക്ക് സഹായകമാകും. അതൊന്ന് പരീക്ഷിച്ച് നോക്കെല്ലാവരും. എന്നിട്ട് നമുക്ക് അന്ന് കിട്ടുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിനെപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. വൈകിട്ട് കിടക്കുന്നത് വരെ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിനെല്ലാം നന്ദി പറയണം. വൈകിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് അന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയാം. കിടക്കുന്നതിന് മുൻപ് നന്ദി പറഞ്ഞ്, ഞാൻ പറഞ്ഞതുപോലെ ഉറങ്ങുന്നതിന് മുൻപ്
ഇരുന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾ മെഡിറ്റേഷൻ 5 തവണ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനകളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ കട്ടിലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു 5 തവണ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് ആ വേദനയുള്ള ഭാഗത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. 5 തവണ ചെയ്താൽ മതി. എന്നിട്ട് കിടന്നുറങ്ങുക. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. രാവിലെ നമ്മൾ നല്ല എനർജിയോടുകൂടി നല്ല സന്തോഷത്തോടു കൂടി രാവിലെ 4:30 എന്നും എണ്ണിക്കുന്ന സമയമാകുമ്പോൾ എണ്ണിക്കും. അപ്പോഴെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഈ തുണി കൊണ്ടുവന്നല്ലോ, ഇത് ഓരോരുത്തരും ആര് വാങ്ങിക്കുന്നു അവർക്കെല്ലാം ഞാൻ അന്നേരം നന്ദി പറയും. അവർ തരുന്ന പണത്തിന് നന്ദി പറയും. അപ്പോൾ എനിക്ക് വീണ്ടും ഓരോരുത്തർ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കും. കൂടുതൽ എനിക്ക് വിറ്റഴിക്കാനും സാധിക്കുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് പ്രാവർത്തികമാക്കി നോക്കുക. എൻ്റെ കുഞ്ഞറിവ് വെച്ച്, എൻ്റെ അനുഭവങ്ങളിൽ വെച്ച് എനിക്ക് കിട്ടിയ ഗുണങ്ങൾ ആണ് ഞാനീ പറഞ്ഞിരുന്നത്. അല്ല, ഞാൻ വലിയ ജ്ഞാനിയൊന്നുമല്ല. ചില ഇതിനകത്തൊക്കെ മെസ്സേജുകളൊക്കെ വരും, ഇങ്ങനെയൊന്നും അല്ല മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാടങ്ങ് ജ്ഞാനിയൊന്നും അല്ല. സാധാരണ ഒരു വീട്ടമ്മ ചെയ്യുന്ന അതുപോലെ ഞാൻ ചെയ്ത് എനിക്കൊരുപാട് ഗുണങ്ങൾ കിട്ടി. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ കൂടുതലായിട്ട് അറിയണം, കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോയി മറ്റുള്ള യോഗയോ മെഡിറ്റേഷനോ ഒക്കെ പഠിപ്പിക്കുകയോ ഒക്കെ, അല്ലെങ്കിൽ കൂടുതൽ ജ്ഞാനമുള്ളവരിൽ നിന്നും സ്വീകരിക്കുക. ഇത് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അപ്പം അതിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്ന് തോന്നിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും വിമർശിക്കരുത്. അല്ല, ഇങ്ങനെയല്ല മെഡിറ്റേഷൻ ചെയ്തത്, ഇങ്ങനെയാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് എനിക്ക് എൻ്റെ ഭഗവാൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തതിൽ കൂടിയാണ് കിട്ടുന്നത്. ഞാൻ വെളുപ്പിനെ എണ്ണീച്ച് യോഗ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, ഞാനിരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ഈശ്വരനോട് പറയും. എനിക്ക് എൻ്റെ ഒട്ടുമുക്കാലും കാര്യങ്ങളെല്ലാം എനിക്ക് ഈശ്വരൻ സാധിച്ചു തരുന്നുണ്ട്. വീട്ടിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതാണല്ലോ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളത്. അതാണ് വേണ്ടത്. അതുണ്ടെങ്കിലേ നമുക്ക് മറ്റെന്തുകൊണ്ടായിട്ടും കാര്യമുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയുമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഇന്നത്തെ ദിവസത്തെ അവസാനിപ്പിക്കുന്ന വീഡിയോ. ഓക്കെ, താങ്ക് യു.